ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ചിക്കൻ വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റാർട്ടർ റെസിപ്പി നോക്കിയാലോ. ചിക്കൻ എല്ലാം കഴുകി വൃത്തിയാക്കി വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തൈരൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചേർക്കാം. 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി, പാകത്തിനുള്ള ഉപ്പ്, 1.5 ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3-4 ഹവറെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇനി ഒരു പാൻ വെച്ച് അതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ബട്ടർ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് സ്പൈസസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഗ്രാമ്പൂ, പട്ട, ഏലക്ക, കുരുമുളക് ഇതെല്ലാം കൂടെ ഒന്ന് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഓയിലിൽ ഈ സ്പൈസസ് ഒക്കെ നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കുക. ചൂടാക്കുമ്പോൾ ആ ഒരു സ്മെല്ല് വരുമല്ലോ, ആ ഒരു സ്മെല്ല് വരുന്ന ആ പരുവാകുമ്പോഴത്തേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കനെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ചിക്കൻ പുരട്ടിയ ബാലൻസ് മസാല ഉണ്ടല്ലോ, ആ തൈരിൻ്റെയൊക്കെ മസാല, അത് ഇതിലേക്കൊന്ന് ചിക്കൻ്റെ മുകളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ ചിക്കന് റെഡിയാക്കി എടുക്കാൻ. ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു കളറിലാവും. അപ്പോഴത്തേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എല്ലാം ചിക്കൻ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ഫ്രൈ ആക്കി എടുക്കാൻ. പെട്ടെന്ന് തന്നെ ചിക്കന് വെന്ത് കിട്ടുന്നതാണ്. നമ്മൾ ഇത്രയും നേരം മാരിനേറ്റ് ചെയ്ത് തൈരിൽ വെച്ചേക്കുന്നതായിട്ട് പെട്ടെന്ന് തന്നെ ചിക്കൻ വെന്തിട്ട് നല്ല സോഫ്റ്റും തന്നെ ആയിരിക്കും. ചിക്കൻ ആ ഒരു സൈഡും റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് തൈരും കൂടെ, പുളിയില്ലാത്ത തൈരും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2-3 പച്ചമുളകും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചൊന്ന് ഇട്ട് കൊടുക്കാം. ഈ തൈര് ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തൊന്ന് ഇതെല്ലാം ഒന്ന് ചിക്കനൊന്ന് തിരിച്ച് മറിച്ചോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചൊന്ന് കൊടുക്കാം. ഇനി ഇതിൻ്റെ ലിഡൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മസാലപ്പൊടിയും ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. മസാലപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ലെമൺ ഒന്ന് കട്ട് ചെയ്തത്, റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തതും ഒരു പിടിയോളം മല്ലിയിലയും കൂടെ ഒന്ന് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അപ്പുറമായിട്ടൊന്ന് തിരിച്ച് മറിച്ചൊന്ന് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. 2-3 മിനിറ്റും കൂടെ ഒന്ന് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ചിക്കനെല്ലാം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റിയിലും ഈസിയിലും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈസി ലെമൺ ഗാർലിക് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു സ്റ്റാർട്ടർ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിക്കനൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ ചിക്കന്. അപ്പോൾ മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.